കോളിഫോം ബാക്ടീരിയ എന്ന് പറയുന്നത് മനുഷ്യ മലത്തിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ്. കുടിവെള്ളത്തിൽ പിന്നെ കോളിഫോം ബാക്ടീരിയയുടെ അളവെന്ന് പറയുന്നത്, എണ്ണമെന്ന് പറയുന്നത് 100 മില്ലി ലിറ്റർ കുടിവെള്ളം എടുക്കുകയാണെങ്കിൽ അത് ഒരു ബാക്ടീരിയ പോലും കാണാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് കിട്ടുന്ന വെള്ളത്തിലും ഈ ആർ ഒ പ്ലാന്റ് ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിലും 100 മില്ലി ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം പോലും ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് പൈപ്പിലൂടെയും മറ്റും ലഭിക്കുന്ന ഈ കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെയും നോറോ വൈറസിൻ്റെയും മറ്റും സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വയറിളക്ക രോഗങ്ങളുടെ എല്ലാം പൊതു ലക്ഷണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വയറിളക്കം ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ഛർദിലും അതിസാര ലക്ഷണങ്ങളും മറ്റും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ പൊതു ലക്ഷണം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ലവണങ്ങളും മറ്റും നഷ്ടപ്പെട്ടുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതെല്ലാം തന്നെ പ്രായമുള്ളവരിലും കുട്ടികളിലും അതോടൊപ്പം തന്നെ മറ്റ് വൃക്കരോഗങ്ങൾ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരിലും പെട്ടെന്ന് തന്നെ ശരീരത്തിൻ്റെ അവസ്ഥ ഗുരുതരമാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം കുടിവെള്ള ശുചിത്വം തന്നെയാണ്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഈ പറയുന്ന വൈറസുകൾ മാത്രമായിരിക്കുകയില്ല, ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള മഞ്ഞപ്പിത്തത്തിന് കാരണമായിട്ടുള്ള വൈറസുകളും മറ്റും ഈ കുടിവെള്ളത്തിലൂടെ മനുഷ്യർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. മഞ്ഞപ്പിത്തമൊക്കെ ഈ പറയുന്ന ഭക്ഷണശാലകളിൽ നിന്നും അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൽ നിന്നും മറ്റും വ്യാപകമായിട്ടുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലയായിട്ടുള്ള കോട്ടയത്തും മറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുടിവെള്ളം നന്നായിട്ട് തിളപ്പിച്ചാറി മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളം തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ 5 മിനിറ്റെങ്കിലും നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. ആ വെള്ളം ആറിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ആർ ഒ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അത് നന്നായിട്ട് തിളപ്പിച്ചാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. കൂടാതെ ഭക്ഷണ ശുചിത്വം നമ്മൾ പാലിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും എല്ലാം കൈകൾ വൃത്തിയായിട്ട് കഴുകുകയും മറ്റും ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ വയറിളക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രായമുള്ളവർക്കോ നമുക്ക് ആർക്കെങ്കിലും തന്നെയോ വയറിളക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തേണ്ട കാര്യമില്ല. നമുക്കതിനെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഗൃഹപാനീയ ചികിത്സയുണ്ട്. അതായത് 1 ഗ്ലാസ് നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 1 നുള്ള് കറിയുപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം എന്ന് പറയുന്നത് നല്ല ഒരു ഗൃഹപാനീയമാണ്. അത് നമുക്ക് നൽകാം. അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ കറിയുപ്പും 6 ടീസ്പൂൺ പഞ്ചസാരയും ലയിപ്പിച്ച് ഉണ്ടാക്കുന്ന മിശ്രിതം, അത് ഈ ആളിന് കുടിക്കാൻ കൊടുക്കുന്നതും നല്ലതായിരിക്കും. ORS പാക്കറ്റുകൾ ഇപ്പോൾ എല്ലാ ആശുപത്രികളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാം ലഭ്യമാണ്. ഈ ORS പാക്കറ്റിൽ വരുന്ന ആ പൊടിയെന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കി ഉണ്ടാക്കുന്ന ആ മിശ്രിതം ആ ഒരു ദിവസം തന്നെ നമ്മൾ ഉപയോഗിക്കണം. അടുത്ത ദിവസത്തേക്ക് അത് മാറ്റി വെക്കാൻ പാടില്ല. ഈ രീതിയിൽ എത്ര തവണ വയറിളകി പോകുന്നു അത്രയും തവണ ഈ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ വയറിളക്കത്തിൻ്റെ ആ ഒരു തീവ്രത കുറയുന്നില്ല എങ്കിൽ പിന്നെ ഒട്ടും വൈകാതെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. കാരണം ഇതിൻ്റെ ഗുരുതരമായിട്ടുള്ള സങ്കീർണതകൾ എന്ന് പറയുന്നത് വൃക്കരോഗങ്ങളും അതോടൊപ്പം തന്നെ സോഡിയം കുറഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ നൽകുന്നതും നല്ലതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇപ്പോൾ ആഘോഷവേളകളും മറ്റും ഉണ്ടാകാൻ പോവുകയാണ്. പലതരത്തിലുള്ള ചിറപ്പ് ഉത്സവങ്ങളും മറ്റ് പലതരത്തിലുള്ള ക്രിസ്തുമസിൻ്റെയും മറ്റും ആഘോഷ അവസരങ്ങൾ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഒരു വലിയ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഈ ഒരു എപ്പിഡമിക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കുടിവെള്ള ശുചിത്വം പാലിക്കണം. പുറത്തുനിന്നും മറ്റും ആഹാരം കഴിക്കുമ്പോൾ ഈ പരിസര ശുചിത്വം, ഭക്ഷണശാലയുടെ ചുറ്റുമുള്ള ശുചിത്വം നമ്മൾ ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ കർശനമായിട്ടുള്ള നിയമ നടപടികളും ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്.